ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ ഈ മോഡ്യൂളിൽ, അതായത് ഫോർത്ത് മോഡ്യൂളിൽ ഒരു ടോപ്പിക്കും കൂടെ പഠിക്കാനുണ്ട്. സ്ട്രക്ചേഴ്സ് ആൻഡ് യൂണിയൻ എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പോൾ ഇത് രണ്ടും ആക്ച്വലി സ്ട്രക്ചർ എന്ന് പറയുന്നതും യൂണിയൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ബേസിക്കലി രണ്ടും ഒന്ന് തന്നെയാണ്. ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ വീഡിയോയിൽ സ്ട്രക്ചേഴ്സിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് സ്ട്രക്ചേഴ്സ് ആണെന്ന് പറയാം. കാരണം യൂണിയൻ എന്ന് പറയുന്ന ആ ഒരു ഫങ്ഷൻ ഫീച്ചർ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറില്ല. പക്ഷേ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ പ്രോഗ്രാമിങ്ങിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് എന്ന് പറയാം. അപ്പോൾ സ്ട്രക്ചേഴ്സിനെ പറ്റിയാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. ഈ വീഡിയോയിൽ മൊത്തം സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സിലുള്ള വേരിയബിൾസിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സ്ട്രക്ചർ ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേരിയബിൾസ് ഓഫ് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് റെപ്രസെൻറ്റഡ് ബൈ എ സിംഗിൾ നെയിം. അതായത് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സിലുള്ള വേരിയബിൾസിൻ്റെ ഒരു കൂട്ടം, അതായത് ഗ്രൂപ്പ്, അതിനെയാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഒരു പേരും കൂടെ കൊടുത്തിരിക്കും. പിന്നെ എന്തെങ്കിലും ഒരു പേര് വെച്ചിട്ടായിരിക്കും നമ്മുടെ ഈ വേരിയബിൾസിന് പേര് കൊടുക്കും പോലെയും അറേസിന് പേര് കൊടുക്കും പോലെയും ഒരു പേര് നമ്മൾ യൂണീക്കായിട്ടൊരു നെയിം കൊടുത്തിരിക്കും. അത് വെച്ചിട്ടായിരിക്കും അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് പല ഡാറ്റ ടൈപ്പിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വേരിയബിൾസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു ഡാറ്റാ ബേസ് എന്നൊക്കെ പറയാം. ഡാറ്റാ ബേസ് എന്ന് തിരിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കോമൺ ആയിട്ട് പറയാം. ഡാറ്റാ ബേസ് എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് പറയാം. അപ്പോൾ ഈ ഡാറ്റാ ബേസ് എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പിലുള്ള പല പല വേരിയബിൾസ് എല്ലാം കാണും. അതിനെ ഒരു ഗ്രൂപ്പായിട്ട്, ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യും. അതിനെയാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കുക, ഞാനിവിടെ കുറച്ച് വേരിയബിൾസിനെ ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. എയും ബിയും സമ്മ് എന്നൊക്കെ പറയുന്നത് ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളാണ്. ഇതിൻ്റെ ഈ വേരിയബിൾസിനുള്ള വാല്യൂസൊക്കെ നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് കൊടുക്കാം. ഇവിടെ എ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ 5 എന്ന വാല്യൂ ആണ് എ എന്ന് പറയുന്ന വേരിയബിളോട് സ്റ്റോർ ചെയ്യുന്നത്. അതായത് എ എന്ന് പറയുന്ന വേരിയബിളിൽ 5 എന്ന വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ തന്നെ ബി ഈക്വൽ 10 എന്ന് പറയുമ്പോൾ 10 എന്ന് പറയുന്ന വാല്യൂ ബിയിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻറ്റീജർ വേരിയബിൾസ് ഉണ്ട്, ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസ് ഉണ്ട്, ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സിലുള്ള വേരിയബിൾസ് ഉണ്ട്. ഇപ്പോൾ വേരിയബിൾസിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം ഒരു വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാനൊക്കത്തുള്ളൂ. ഇപ്പോൾ എ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ 5 എന്ന് പറയുന്ന ആ ഒരു സിംഗിൾ വാല്യൂ മാത്രമേ എ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാനൊക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ എ ഈക്വൽ ടു 10 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ 5നെ റീപ്ലേസ് ചെയ്ത് 10 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും എയിലോട്ട് സ്റ്റോർ ആവുന്നത്. അപ്പോൾ അറ്റ് എ ടൈം ഒരു വേരിയബിളിൽ ഒരു വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാനൊക്കത്തുള്ളൂ. അതേസമയം ഈ കാണിച്ചിരുന്ന അറേ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ വാല്യൂസ് ഒരേ സമയം നമുക്ക് സ്റ്റോർ ചെയ്യാനാക്കും. അതായത് ഓരോന്നും സ്റ്റോർ ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് വേരിയബിൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരൊറ്റ അറേയിൽ തന്നെ മൾട്ടിപ്പിൾ വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ നോക്കുക, നമ്പർ എന്ന് പറയുന്ന ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളാണ് ഈ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സൈസ് 3 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 3 വാല്യൂസും നമുക്ക് ആ അറേയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. വാല്യൂസ് എന്ന് പറയുന്നത് എല്ലാം ഇൻറ്റീജർ നമ്പേഴ്സ് ആയിരിക്കും. കാരണം എന്ന ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലാണ് അറേ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇൻറ്റീജർ നമ്പേഴ്സ് 3 അപ് ടു 3 ഇൻറ്റീജർ നമ്പേഴ്സ് നമുക്ക് ഈ അറേയിൽ സ്റ്റോർ ചെയ്യാനൊക്കും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഡെസിമൽ എന്ന് പേരുള്ള ഒരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള ഒരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈസ് 5 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് അപ് ടു 5 വാല്യൂസ് നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യാനൊക്കും. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള, അതായത് ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ള അപ് ടു 5 വാല്യൂസ് നമുക്ക് ഈ അറേയിൽ സ്റ്റോർ ചെയ്യാനൊക്കും. അതുപോലെ തന്നെ ക്യാരക്ടർ അറേ ഉണ്ട്. നമ്മൾ സാധാരണ വേർഡ്സ്, സ്ട്രിങ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ക്യാരക്ടർ അറേ ആയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 6 സൈസുള്ള ഒരു വേർഡ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിലോട്ട് സ്ട്രിങ് ഡാറ്റ, ഒരു വേർഡ്, മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ഉള്ള വേർഡ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ അറേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അറേയിൽ മൾട്ടിപ്പിൾ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റുമെങ്കിലും ആ വാല്യൂസ് എല്ലാം ഒറ്റ ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂ ആയിരിക്കും. ഇപ്പോൾ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലാണ് അറേ ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ അതിൽ ഇൻറ്റീജർ വാല്യൂസ് മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാനൊക്കത്തുള്ളൂ. അതിൽ ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാനൊക്കത്തില്ല. ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ള, അതായത് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂസും ഈ ഇൻറ്റീജർ അറേയിൽ സ്റ്റോർ ചെയ്യാനൊക്കത്തില്ല. അതുപോലെ തന്നെ ഈ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിൽ ക്യാരക്ടേഴ്സ് മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാനൊക്കത്തുള്ളൂ. അതിൽ നമുക്ക് ഇങ്ങനത്തെ വാല്യൂസ് ഒന്നും, ഇൻറ്റീജർ നമ്പേഴ്സൊന്നും സ്റ്റോർ ചെയ്യാനൊക്കത്തില്ല. ഇങ്ങനത്തെ സ്റ്റോർ ചെയ്യാൻ ശ്രമിച്ചാലും അത് ക്യാരക്ടറായിട്ടേ സ്റ്റോർ ആകത്തുള്ളൂ. അല്ലാതെ ഇങ്ങനത്തെ വാല്യൂസ് ഒന്നും നമുക്ക് സ്റ്റോർ ചെയ്യാനൊക്കത്തില്ല എന്ന് പറയാം. അപ്പം അറേയുടെ കേസ് പറഞ്ഞാലും അതിൽ ഒരു ഡാറ്റ ടൈപ്പിലുള്ള ഒരു പർട്ടിക്കുലർ അറേ എന്ന് പറഞ്ഞാൽ അതിൽ ആ ഒരു ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂസ് മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള അറേ എന്ന് പറഞ്ഞാൽ അതിൽ ഇൻറ്റീജർ വാല്യൂസ് മാത്രമേ സ്റ്റോർ ചെയ്യാനൊക്കത്തുള്ളൂ. അതിൽ ക്യാരക്ടർ വാല്യൂസ് സ്റ്റോർ ചെയ്യാനൊക്കത്തില്ല. ഈ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അതേസമയം സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സ്ട്രക്ചറിൽ തന്നെ പല ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാനൊക്കും, പല ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസ് നമുക്ക് സ്റ്റോർ ചെയ്യാനൊക്കും. അപ്പോൾ അതാണ് ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ ഇപ്പോൾ അതിൻ്റെ ഒരു സിനാരിയോ എക്സ്പ്ലെയിൻ ചെയ്ത് ഈ സ്ട്രക്ചർ എന്നതിൻ്റെ ഐഡിയ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നോക്കുക, ഒരു ബുക്കിൻ്റെ ഒരു ഡാറ്റാബേസ്, നമുക്ക് ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിൽ ബുക്കിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ഉണ്ടാക്കണമെന്ന് കരുതുക. അപ്പോൾ ആ ലൈബ്രറിയിൽ ലെറ്റ്സ് ഒരു 1000 ബുക്സ് ഉണ്ട്, 1000 ബുക്സ് ഉള്ള ഒരു ലൈബ്രറിയാണ്. അപ്പോൾ ആ ബുക്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അതിൻ്റെ ഡാറ്റാബേസിലോട്ട് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ബുക്കിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻലി ഈ 5 ഡീറ്റെയിൽസാണ് നമ്മൾ ഓരോ ബുക്കിനും സ്റ്റോർ ചെയ്യുന്നത്. ആദ്യം ബുക്കിൻ്റെ ടൈറ്റിൽ, പിന്നെ ബുക്കിൻ്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ ടൈറ്റിൽ എന്താണോ അത് നമുക്ക് സ്റ്റോർ ചെയ്യണം. ആ ബുക്ക് എഴുതിയ ഓതറിൻ്റെ നെയിം സ്റ്റോർ ചെയ്യണം. പിന്നെ ആ ബുക്കിൻ്റെ എത്ര പേജസ് ഉണ്ട്, നമ്പർ ഓഫ് പേജസ് എത്രയെന്ന് സ്റ്റോർ ചെയ്യണം. എഡിഷൻ, ആ ബുക്ക് റിലീസ് ചെയ്ത അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ബുക്കിൻ്റെ എഡിഷൻ ഇയർ എത്രയാണ് അത് സ്റ്റോർ ചെയ്യണം. പിന്നെ അതിൻ്റെ പ്രൈസും സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഇത്രയും വാല്യൂസ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓരോ ബുക്കിനും നമുക്ക് ആ ഡാറ്റാബേസിനോട് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിലാണെങ്കിൽ, വേരിയബിൾസ് വെച്ചിട്ടുള്ള രീതിയിലാണെങ്കിൽ ഇത് ഓരോന്നിനും ഓരോ വേരിയബിൾ വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. 1000 ബുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഡാറ്റാബേസ് ആണെങ്കിൽ 1000 × 5 എത്രയാണ്, 5000 വേരിയബിൾസ് നമുക്ക് ആവശ്യമുള്ളതായിട്ട് വരും. പക്ഷേ ഇവിടെ നമുക്ക് നമുക്ക് യൂസ് ചെയ്യാനൊക്കത്തില്ല, കാരണം ഓരോ ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂസാണ്. നമ്മൾ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള അറേ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഈ നമ്പർ ഓഫ് പേജസും എഡിഷൻ ഇയറും പ്രൈസും ഒന്നും സ്റ്റോർ ചെയ്യാനൊക്കത്തില്ല. അതേസമയം ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള ഒരു അറേയാണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ അതിൽ ഈ ഓതർ നെയിമും ബുക്ക് ടൈറ്റിലൊന്നും സ്റ്റോർ ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം വേണം. അപ്പോൾ അതാണ് നമ്മുടെ ഈ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ സംഭവം അതാണ് ഈ ഡാറ്റാബേസ് എന്ന ആ സംഭവം ഞാൻ ഉപയോഗിച്ചത്. ഈ ഡാറ്റാബേസ് എന്ന് സ്ട്രക്ചറിന് ഡാറ്റാബേസ് എന്ന് പറയാറില്ല, പക്ഷേ എൻ്റെ സിനാരിയോ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡാറ്റാബേസ് എന്നൊക്കെ നമുക്ക് പറയാനൊക്കും. ഇവിടെ ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ 5 കാര്യങ്ങളാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത് ഓരോ ബുക്കിനും. ആ ലൈബ്രറിയിൽ 1000 ബുക്സ് ഉണ്ടെങ്കിൽ അതിൽ ഓരോ ബുക്കിനെ പറ്റിയും ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്രയും ഡീറ്റെയിൽസിനെ ഒരു സ്ട്രക്ചറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ആ സ്ട്രക്ചറിൻ്റെ അകത്തുള്ള ഡിഫറെൻറ്റ് മെമ്പേഴ്സായിട്ടാണ് ഈ ഓരോന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കുക, ബുക്ക് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രിങ് ഡാറ്റയാണ്. മൾട്ടിപ്പിൾ വേർഡ്സ് ഉള്ള ഒരു ബുക്കിൻ്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബുക്കിൻ്റെ പേര് തരണമല്ലോ. ഇപ്പം ടെക്സ്റ്റ് ബുക്ക് ഓൺ സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നതായിരിക്കും ടെക്സ്റ്റിൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ഡാറ്റയാണ്. അപ്പോൾ ആ ഒരു സ്ട്രിങ് ഡാറ്റയെ സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്കൊരു ക്യാരക്ടർ അറേയാണ് നമുക്ക് ഡിക്ലെയർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഓതർ നെയിം ഒരു സ്ട്രിങ് ഡാറ്റയാണ്. മൾട്ടിപ്പിൾ വേർഡ്സ് ഉള്ള ഒരു സ്ട്രിങ് ഡാറ്റയായിരിക്കും ഓതർ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ അതും നമ്മളൊരു ക്യാരക്ടർ അറേ ആയിരിക്കും. ആ ഒരു സംഭവം സ്റ്റോർ ചെയ്യാനും ഒരു ക്യാരക്ടർ അറേ ആയിരിക്കും നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. നമ്പർ ഓഫ് പേജസ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ നമ്പറാണ്. അപ്പോൾ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള ഒരു വേരിയബിൾ മതി ഈ നമ്പർ ഓഫ് പേജസ് സ്റ്റോർ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ എഡിഷൻ ഇയർ എന്ന് പറഞ്ഞാൽ 2021 എന്നോ 1999 എന്നോ അങ്ങനത്തെ ഒരു 4 ഡിജിറ്റ് നമ്പർ, അതും ഇൻറ്റീജർ നമ്പറാണ്. അപ്പോൾ അതിനും ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾ മതി. പ്രൈസിൻ്റെ ആ വാല്യൂ സ്റ്റോർ ചെയ്യാനാണെങ്കിൽ ഡെസിമൽ നമ്പറാണ് ഈ പ്രൈസ് എന്ന് പറയുന്നത്. മേ ബി ഇപ്പം 165.5 റുപ്പീസ് എന്നൊക്കെ ആയിരിക്കും, 165.50 പൈസ. അപ്പോൾ അങ്ങനെയൊക്കെ ബുക്കിന് വില വരാം. അപ്പോൾ അതെന്ന് പറയുന്നത് ഇൻറ്റീജർ ഡാറ്റ ടൈപ്പായി നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നില്ല, ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണുന്ന ആദ്യത്തെ 2 ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള അറേയാണ്. പിന്നെ അടുത്ത 2 എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളാണ്. അവസാനത്തേതെന്ന് പറയുന്നത് ഒരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസ് നമ്മൾ ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്ന ആ സംഭവത്തിൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്യും. എന്നിട്ടായിരിക്കും നമ്മൾ പ്രോഗ്രാം എഴുതാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിനെ വെച്ചിട്ടാണ് നമ്മൾ സ്ട്രക്ചർ എന്ന സംഭവം എഴുതാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുക. ഇതേ സംഭവം വെച്ചിട്ട് തന്നെ ഒരു സ്ട്രക്ചർ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു എന്നിവിടെ നോക്കുക. ഇവിടെ സ്ട്രക്ചർ എന്ന് പറയുന്ന സംഭവം ഡിക്ലെയർ ചെയ്യാനായിട്ടുള്ള കീവേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വേർഡാണ്, STRUCT, സ്ട്രക്ട് എന്ന് പറയുന്ന ആ വേർഡ്, ആ കീവേഡ് ഉപയോഗിച്ചാണ് സ്ട്രക്ചറിന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ഈ ഒരു സ്ട്രക്ട് എന്ന് പറയുന്ന കീവേഡാണ് ആദ്യം എഴുതുന്നത്. എന്നിട്ട് അതിൻ്റെ പേര്, ആ സ്ട്രക്ചർ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഒരു പേര് കൊടുക്കണമല്ലോ, യുണീക്കായിട്ടൊരു നെയിം കൊടുക്കണം. ആ നെയിമാണ് നമ്മൾ പിന്നെ എഴുതുന്നത്. അതായത് നമുക്ക് വേരിയബിൾസും അറേസും ഒക്കെ അതിൻ്റെ എല്ലാം പേര് സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് നമ്മൾ പഠിച്ചായിരുന്നല്ലോ. ആ റൂൾസ് ഫോളോ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പേര് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ബുക്ക് ബാങ്ക് എന്ന് പറയുന്ന ഒരു പേരാണ് നമ്മൾ ഈ കൊടുക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിന് ബുക്ക് ബാങ്ക് എന്ന് പറയുന്ന ഒരു പേരാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ സാധാരണ സ്ട്രക്ചറിൻ്റെ പേര് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും ഈ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായിട്ട് സാധാരണ കൊടുക്കാറുണ്ട്. അതൊരു അൺറിട്ടൺ റൂൾ എന്ന രീതിയിലൊക്കെയാണ് നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യുന്നത്. ഫുള്ള് സ്മോൾ ലെറ്റേഴ്സ് നമ്മൾ സാധാരണ കൊടുക്കാറില്ല. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതൊരു അൺറിട്ടൺ റൂളാണ്. ഈ പ്രൊഫഷണൽ പ്രോഗ്രാമേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ഒരു റൂളാണ്. അപ്പോൾ സ്ട്രക്ചറിൻ്റെ പേര് നമ്മൾ സാധാരണ ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യാറുണ്ട്, എന്നിട്ട് ബാക്കി സാധാരണ പോലെ യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ ബുക്ക് ബാങ്ക് എന്ന് പറയുന്ന
ഒരു പേരാണ് ഈ ഒരു സ്ട്രക്ചറിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്ട്രക്ചർ എന്ന വേർഡ് എഴുതുന്നു, എന്നിട്ട് അതിൻ്റെ പേരെന്താണെന്ന് ഇവിടെ മെൻഷൻ ചെയ്യുന്നു. ഈ പേരെന്താണെന്ന് മെൻഷൻ ചെയ്തിട്ട് പിന്നെ ബ്രാക്കറ്റ്, സിമ്പിൾ ബ്രാക്കറ്റ്സ് ഒന്നും ഇടുന്നില്ല, സെമി കോളനൊന്നും ഇടുന്നില്ല. അടുത്ത ലൈനിൽ നമ്മൾ ഈ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടാണ് ഇത്രയും കാര്യങ്ങൾ വരുന്ന അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യുന്നത്. ഇവിടെ ചാർ ടൈറ്റിൽ എന്ന് എടുത്തിട്ട് സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് 30 എന്നോട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ സംഭവം? ഇതെന്ന് പറയുന്നത് ടൈറ്റിൽ എന്ന് പേരുള്ള ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. 30 ആണ് അതിൻ്റെ സൈസ്, അതായത് അപ് ടു 30 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ 29 ക്യാരക്ടേഴ്സ് ഈ ഒരു ടൈറ്റിൽ എന്ന് പറയുന്ന ക്യാരക്ടർ അറേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ ഒക്കും. ഇവിടെ ടൈറ്റിൽ നിന്ന് കൊടുക്കാൻ കാര്യം ബുക്കിൻ്റെ ടൈറ്റിൽ സ്റ്റോർ ചെയ്യാനുള്ള ക്യാരക്ടർ അറേയാണിത്. അപ്പോൾ അത് ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചാർ ഓതർ എന്നും പറഞ്ഞുകൊണ്ടൊരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സൈസ് 28 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് ഓതറിൻ്റെ നെയിം സ്റ്റോർ ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ അറേ. അതുപോലെ തന്നെ ഇൻഡ് പേജസ്, ഇൻഡ് എഡിഷൻ, ഫ്ലോട്ട് പ്രൈസ് എന്നീ 3 വേരിയബിൾസും കൂടി ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. വേരിയബിളിൻ്റെ പേരെന്ന് പറഞ്ഞാൽ പേജസ്, എഡിഷൻ, പ്രൈസ് എന്നൊക്കെയാണ് വേരിയബിളിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം സെൽഫ് എക്സ്പ്ലനറി ആണ്. നിങ്ങൾക്ക് കാര്യം ഇത് സംഭവം കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് ഈ പേജസ്, എഡിഷൻ, പ്രൈസ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 5 വേരിയബിൾസ് ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓരോന്നും ഓരോ ഡാറ്റ ടൈപ്പിലാണ് ഡിക്ലെയർ ചെയ്യുന്നത്. 2 ക്യാരക്ടർ ഡാറ്റ ടൈപ്പ്, 2 ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ്, ഒരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ്. അപ്പോൾ ഈ 3 ഡാറ്റ ടൈപ്പിലുള്ള ഡിഫറെൻറ്റ് വേരിയബിൾസ്, ഇവിടെ 5 വേരിയബിൾസ് ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓരോന്നിനും ഈ സെമി കോളനൊക്കെ വരുന്നുണ്ട്. അങ്ങനെ എല്ലാ വേരിയബിൾസും ഡിക്ലെയർ ചെയ്ത് ഈ സ്ട്രക്ചറിൻ്റെ അകത്തുള്ള എല്ലാ വേരിയബിൾസും ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഈ കേർലി ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്യുക. കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് നിർബന്ധമായും ഈ ഒരു സെമി കോളനും കൂടെ ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സാധാരണ നമ്മൾ ഈ കേർലി ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് ഈ സെമി കോളൻ ഇട്ട് കൊടുക്കാറില്ല, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. സ്ട്രക്ചർ അതിനുള്ള കേർലി ബ്രാക്കറ്റ് ആണെങ്കിൽ അത് ക്ലോസ് ചെയ്തിട്ട് അവിടെ ഈ ഒരു സെമി കോളനും കൂടെ നിർബന്ധമായി ഇട്ട് കൊടുക്കണം, എന്നാലേ പ്രോഗ്രാം വർക്കാവത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്ട്രക്ചറിനെ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബുക്ക് ബാങ്ക് എന്ന് പറയുന്നത് സ്ട്രക്ചറിൻ്റെ പേരാണ്. അത് സ്ട്രക്ചറിൻ്റെ നെയിമെന്നോ അല്ലെങ്കിൽ സ്ട്രക്ചറിൻ്റെ ടാഗ് ലൈൻ എന്നോ അങ്ങനെയൊക്കെ സാധാരണ പറയാറുണ്ട്. അതായത് സ്ട്രക്ചറിൻ്റെ പേരാണ് ഉദ്ദേശിക്കുന്നത്. ബുക്ക് ബാങ്ക് എന്ന് പറയുന്നത് സ്ട്രക്ചറിൻ്റെ പേരാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത്രയും വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ സ്ട്രക്ചർ മെമ്പേഴ്സ് എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. സ്ട്രക്ചർ വേരിയബിൾസ് എന്ന് സാധാരണ നമ്മൾ പറയാറില്ല. സ്ട്രക്ചർ മെമ്പേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് ഓഫ് ദി സ്ട്രക്ചർ എന്നാണ് ഈ സംഭവങ്ങളെല്ലാം പറയുന്നത്. ഈ ടൈറ്റിൽ, ഓതർ, പേജസ്, എഡിഷൻ, അപ്പോൾ ഇതെല്ലാം ഒരു ടെംപ്ലേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡാറ്റാ ബേസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് സ്ട്രക്ചർ മെമ്പേഴ്സിനെ നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നമ്മൾ വേരിയബിൾസ് എന്ന വാക്ക് ഉപയോഗിക്കാറില്ല, സ്ട്രക്ചർ മെമ്പേഴ്സ് എന്ന് സാധാരണ പറയാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു 5 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കേർലി ബ്രാക്കറ്റ് ഇട്ട് ക്ലോസ് ചെയ്തു, എന്നിട്ട് സെമി കോളൻ ഇട്ടു. ഇങ്ങനെയാണ് ഒരു സ്ട്രക്ചർ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ട്രക്ചർ എന്ന് പറയുന്ന ഈ ഒരു സംഭവം നമ്മൾ മെയിൻ ഫംഗ്ഷൻ്റെ പുറത്ത് വേണം ഡിക്ലെയർ ചെയ്യാനായിട്ട്. അതായത് മെയിൻ ഫംഗ്ഷന് മുമ്പെയാണ് സാധാരണ അതായത് മെയിൻ ഫംഗ്ഷൻ്റെ പുറത്ത് തന്നെ മെയിൻ ഫംഗ്ഷൻ എത്തുന്നതിന് മുന്നെയാണ് ഈ ഒരു സ്ട്രക്ചർ നമ്മൾ സാധാരണ ഡിഫൈൻ ചെയ്യുന്നത്. ഒരു പ്രോഗ്രാമിൽ ഒന്നിൽ കൂടുതൽ സ്ട്രക്ചേഴ്സൊക്കെ ആവാം. നമ്മളിവിടെ ഒരു സ്ട്രക്ചർ വരുന്ന പ്രോഗ്രാം മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രാം ഇവിടെ നോക്കാം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത സെയിം സ്ട്രക്ചർ തന്നെയാണ്. അത് എവിടെയാണ് നമ്മളിവിടെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലായല്ലോ. # ഇൻക്ലൂഡ് studio.h എഴുതിയിട്ട് ഉടനെ തന്നെ സ്ട്രക്ചർ നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതായത് ഇൻഡ് മെയിൻ, ഈ മെയിൻ ഫംഗ്ഷൻ്റെ പുറത്താണ്. ഈ മെയിൻ ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുന്നെയാണ് ഈ സ്ട്രക്ചറിനെ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ സ്ട്രക്ചർ ഇവിടെ ഡിഫൈൻ ചെയ്തു. എന്നിട്ട് ഇൻഡ് മെയിൻ പ്രോഗ്രാം എഴുതി തുടങ്ങുന്നു. ഇൻഡ് മെയിൻ എന്ന് എഴുതി സിമ്പിൾ ബ്രാക്കറ്റ്സ് ഇട്ട് കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് കുറച്ച് വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു ബുക്കിൻ്റെ ഡാറ്റ സ്റ്റോർ ചെയ്യാനാണ് ഈ സ്ട്രക്ചർ നമ്മൾ ഡിക്ലെയർ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ലൈബ്രറിയിൽ 1000 ബുക്സ് ഒക്കെ ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ഓരോ ബുക്കിന് നമ്മൾ ഓരോ വേരിയബിൾസ് വീതം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ബുക്ക് ബാങ്ക് എന്ന് പറയുന്ന സ്ട്രക്ചർ ബേസ് ചെയ്ത് അതിനെ ലിങ്ക് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് വേരിയബിൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ഇൻഡ് മെയിനിൻ്റെ അത് നമ്മൾ കൊടുക്കുന്നത്. ആദ്യം സ്ട്രക്റ്റ് എന്ന വേർഡ് എഴുതുന്നു. എന്നിട്ട് ഏത് സ്ട്രക്ചറാണെന്നുള്ള ആ സ്ട്രക്ചറിൻ്റെ പേര് നമ്മൾ എഴുതുന്നു. നമ്മളിവിടെ സ്ട്രക്ചർ എന്ന് പറയുന്ന ബുക്ക് ബാങ്ക് എന്ന് പറയുന്ന പേരുള്ള സ്ട്രക്ചറാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തത്. ആ ബുക്ക് ബാങ്ക് എന്ന് പറയുന്ന പേരിവിടെ മെൻഷൻ ചെയ്യുന്നു. എന്നിട്ട് അടുത്ത വേർഡായിട്ട് ബുക്ക് 1, ബുക്ക് 2, ബുക്ക് 3 എന്ന് പറഞ്ഞുകൊണ്ട് 3 വേരിയബിൾസ് ഞാനിവിടെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വേരിയബിൾസിനെ നമ്മൾ സാധാരണ വിളിക്കുന്നത് സ്ട്രക്ചർ വേരിയബിൾസ് എന്നാണ്. ഈ ബുക്ക് 1, ബുക്ക് 2, ബുക്ക് 3. ഈ ബുക്ക് 1, ബുക്ക് 2, ബുക്ക് 3 എന്ന് പറഞ്ഞാൽ ഈ ബുക്ക് ബാങ്ക് എന്ന് പറയുന്ന സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന
വേരിയബിൾസാണ്. ഈ ബുക്ക് ബാങ്ക് എന്ന് പറയുന്ന സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വേരിയബിൾസാണ് ബുക്ക് 1, ബുക്ക് 2, ബുക്ക് 3 എന്ന് പറയുന്നത്. അങ്ങനെ ഇഷ്ടംപോലെ വേരിയബിൾസ് നമുക്കിവിടെ ഡിക്ലെയർ ചെയ്യാം. ഞാനിവിടെ ബുക്ക് 1, ബുക്ക് 2, ബുക്ക് 3 എല്ലാം ഡിക്ലെയർ ചെയ്തിട്ട് ബുക്ക് 1 മാത്രമേ ഈ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ബുക്ക് 2ഉം ബുക്ക് 3 എന്ന് പറയുന്ന വേരിയബിൾസ് യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ ആക്ച്വലായിട്ടുള്ള ഈ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ചിലപ്പം വാണിംഗ് കാണിക്കും, ബുക്ക് 2 ആൻഡ് ബുക്ക് 3 ഹാസ് നോട്ട് ബീൻ യൂസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് വാണിംഗ് ഒക്കെ കാണിക്കുക. അതൊന്ന് ഇഗ്നോർ ചെയ്യാം. അപ്പോൾ എന്താണെന്നാലും ഞാനിവിടെ 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. ബുക്ക് 1, ബുക്ക് 2, ബുക്ക് 3 ഏത് പേരുള്ള വേരിയബിൾസ് നിങ്ങൾക്ക് ഇവിടെ ഡിക്ലെയർ ചെയ്യാം. നമ്മുടെ ഈ അറേയും അല്ലെങ്കിൽ വേരിയബിൾസിൻ്റെയൊക്കെ പേര് സെറ്റ് ചെയ്യുന്ന ആ ഒരു റൂൾസിനെ ബേസ് ചെയ്ത് ഈ സ്ട്രക്ചറിൻ്റെ ഈ ഒരു വേരിയബിൾസിൻ്റെ പേര് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ബുക്ക് 1, ബുക്ക് 2, ബുക്ക് 3 എന്ന് പറഞ്ഞ് 3 വേരിയബിൾസ് ഈ ബുക്ക് ബാങ്ക് എന്ന് പറയുന്ന ആ സ്ട്രക്ചർ ബേസ് ചെയ്ത് ഞാനിവിടെ ഡിക്ലെയർ ചെയ്തു. ആ ഡിക്ലെയർ ചെയ്യുന്ന രീതിയാണ് ഈ കണ്ടത്. സ്ട്രക്ചർ എന്ന് എഴുതി ബുക്ക് ബാങ്ക് ആ സ്ട്രക്ചറിൻ്റെ പേര് എഴുതിയിട്ട് വേരിയബിൾസിൻ്റെ പേരിവിടെ കോമയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നു. ഒരു വേരിയബിൾ മാത്രമായിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഞാനിവിടെ 3 വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്തു എന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്കിപ്പം ഈ ബുക്ക് 1 എന്ന് പറഞ്ഞാൽ ബുക്ക് 1 റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ബുക്ക്, ആദ്യത്തെ ഒരു ബുക്ക് എന്ന ആ ഒരു സംഭവമാണ് ബുക്ക് 1 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ബുക്ക് 1 എന്ന് പറയുന്ന അതിലേക്ക്, ആ ഡാറ്റാ ബേസിലേക്ക് നമുക്ക് കുറച്ച് വാല്യൂസ് സ്റ്റോർ ചെയ്യണമെന്ന് കരുതുക, കുറച്ച് ഡാറ്റ സ്റ്റോർ ചെയ്യണമെന്ന് കരുതുക. അപ്പോൾ നമുക്ക് പേജസിൻ്റെ എണ്ണം, ആദ്യത്തെ ബുക്കിൻ്റെ പേജസിൻ്റെ എണ്ണം എത്രയാണ് നമുക്ക് സ്റ്റോർ ചെയ്യണം. നമ്മൾ പ്രോഗ്രാമിൽ തന്നെ അതിൻ്റെ കമാൻഡ് കൊടുത്ത് സ്റ്റോർ ചെയ്യുന്ന രീതിയാണ് ഈ പ്രോഗ്രാമിൽ കാണിച്ചിട്ടുള്ളത്. തൽക്കാലം ഇതൊന്ന് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഈ ബുക്ക് 1 എന്ന് പറയുന്ന ആ ബുക്കിൻ്റെ അകത്ത് പേജസ് എത്രയുണ്ടോ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ വാല്യൂസ് സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ബുക്ക് 1 എന്ന സ്ട്രക്ചറിൻ്റെ ആ സ്ട്രക്ചർ വേരിയബിളിൻ്റെ പേര് മെൻഷൻ ചെയ്തു, ബുക്ക് 1 എന്ന് മെൻഷൻ ചെയ്തു. എന്നിട്ട് ഇവിടെ ഒരു ഡോട്ട്, ഇങ്ങനെ ഒരു കുത്ത് ഇട്ടിട്ട് പേജസ് എന്ന് എഴുതുന്നു. ഈ പേജസ് ഏതാണ്? ഈ പേജസ് ഏതാണെന്ന് വെച്ചാൽ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഈ പേജസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഈ ബുക്ക് ബാങ്ക് എന്ന് പറയുന്ന ആ സ്ട്രക്ചറിൻ്റെ അത് നമ്മൾ പേജസ് എന്ന് പറയുന്ന ഒരു മെമ്പറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തായിരുന്നു. ആ മെമ്പറാണ് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഈ ഒരു കുത്തിട്ട് ഡോട്ട് ഇട്ടിട്ട് പേജസ് എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ബുക്ക് 1 ഡോട്ട് പേജസ് എന്ന് പറഞ്ഞാൽ ബുക്ക് 1 എന്ന് പറയുന്ന ബുക്ക് ബാങ്ക് എന്ന് പറയുന്ന സ്ട്രക്ചറിലാണ് ബുക്ക് 1 എന്ന വേരിയബിൾ ഉള്ളത്. ആ ബുക്ക് 1 എന്ന വേരിയബിളിൻ്റെ അകത്ത് പേജസ് എന്ന് പറയുന്ന അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു മെമ്പർ വെച്ചിട്ട് അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള വാല്യൂ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ ബുക്ക് 1 ഡോട്ട് പേജസ് ഈക്വൽ ടു 170 എന്ന് പറഞ്ഞാൽ 170 എന്ന് പറയുന്ന വാല്യൂ പേജസ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യും. ഏത് വേരിയബിളിൽ? ഈ ബുക്ക് 1 ലിങ്ക് ചെയ്തിട്ടുള്ള പേജസ് എന്ന് പറയുന്ന വേരിയബിളിലോട്ടായിരിക്കും ഈ 170 എന്ന് പറയുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്തത് ബുക്ക് 1 ഡോട്ട് എഡിഷൻ ഈക്വൽ ടു 2021 എന്ന് കൊടുത്തിട്ടുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ എഡിഷൻ എന്ന് പറയുന്ന, ഇവിടെ ഒരു എഡിഷൻ എന്ന് പറഞ്ഞ ഒരു മെമ്പറുണ്ട്. ആ മെമ്പർ ബുക്ക് 1 എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിലോട്ട്, സ്ട്രക്ചർ വേരിയബിളിൻ്റെ എഡിഷൻ എന്ന് പറയുന്ന ആ മെമ്പറിലോട്ടാണ് 2021 എന്ന് പറയുന്ന വാല്യൂടെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതിലുള്ള ഈ സ്ട്രക്ചർ എന്ന് പറയുന്ന ഈ മെമ്പേഴ്സിനെ ഓരോന്നിനും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വേരിയബിളിൻ്റെ പേര് ആദ്യം എഴുതുന്നു, എന്നിട്ട് ഡോട്ട് ഇട്ടിട്ട് എഡിഷൻ അല്ലെങ്കിൽ ഏതാണ് അത് വരുന്നത് അതിവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ വാല്യൂസ് നമുക്ക് ഇതിലോട്ട് സ്റ്റോർ ചെയ്യാനൊക്കും. ഈ ബുക്ക് 1 പേജസും അതിൻ്റെ എഡിഷൻ ഇയറുമാണ് നമ്മളിവിടെ സ്റ്റോർ ചെയ്തത്. ഇനി ബുക്ക് 1 ടൈറ്റിൽ, ബുക്കിൻ്റെ ടൈറ്റിൽ നമുക്ക് എങ്ങനെ സ്റ്റോർ ചെയ്യാൻ നോക്കാം. ഇവിടെ ബുക്ക് 1 ഡോട്ട് ടൈറ്റിൽ എന്ന് എഴുതി. ഈ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ക്രിയേറ്റ് ചെയ്ത ക്യാരക്ടർ അറേയാണ് ഈ ടൈറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബുക്ക് 1 ഡോട്ട് ടൈറ്റിൽ എന്ന് എഴുതി ഈക്വൽ ടു എന്ന് എഴുതിയിട്ട് ഈ ഡബിൾ കോട്സിൻ്റെ അകത്ത് ടെക്സ്റ്റ് ബുക്ക് ഓൺ സി പ്രോഗ്രാമിംഗ് എന്ന് എഴുതി ഇവിടെ സെമി കോളൻ ഇട്ടു. അപ്പോൾ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്താൽ ഒരിക്കലും ടെക്സ്റ്റ് ബുക്ക് ഓൺ സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ഈ ടൈറ്റിൽ എന്ന് പറയുന്ന ക്യാരക്ടർ അറേ 30 സൈസുള്ള ഈ ക്യാരക്ടർ അറേയിലോട്ട് ബുക്ക് 1 എന്ന് പറയുന്ന ആ വേരിയബിളിലുള്ള ടൈറ്റിൽ എന്ന് പറയുന്ന ആ മെമ്പറിലോട്ട് ഒരിക്കലും സേവ് ആവത്തില്ല. കാരണം ഇങ്ങനൊരു കമാൻഡ് ഒരിക്കലും വർക്ക് ആവത്തില്ല ഈ ഒരു കേസിൽ. അപ്പം എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ആണ് നമുക്ക് ഈ ഒരു മെമ്പറിലോട്ട് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ, ഈ സ്ട്രക്ചർ മെമ്പറിലോട്ട് സ്റ്റോർ ചെയ്യേണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ട മെത്തേഡാണ് ഇവിടെ ഈ കാണിച്ചിട്ടുള്ളത്. strcpy എന്ന സ്ട്രിങ് കോപ്പി ഫംഗ്ഷൻ. ഈ strcpy എന്നുള്ളത് 3rd മോഡ്യൂൾ നമ്മൾ സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചായിരുന്നു. ഒരു സ്ട്രിങ്ങിനെ വേറൊരു ഇതിലോട്ട് കോപ്പി ചെയ്യുന്ന ആ ഒരു സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷനാണ് strcpy എന്നുള്ളത്. ആ ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു ടെക്സ്റ്റിനെ ഈ ബുക്ക് 1 ഡോട്ട് ടൈറ്റിൽ എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി strcpy എന്ന ഫംഗ്ഷൻ എഴുതുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ബുക്ക് 1 ഡോട്ട് ടൈറ്റിൽ എന്ന് എഴുതി കോമ ഇട്ടിട്ട് ഡബിൾ കോട്സിൻ്റെ അകത്ത് ടെക്സ്റ്റ് ബുക്ക് ഓൺ സി പ്രോഗ്രാമിംഗ് എന്ന് മെൻഷൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് ഓൺ സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രിങ്ങിനെ ബുക്ക് 1 ഡോട്ട് ടൈറ്റിൽ എന്ന് പറയുന്ന അതിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ്. അപ്പോൾ ഈ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഈ ടൈറ്റിലാണ് ഉദ്ദേശിക്കുന്നത്. ബുക്ക് 1 എന്ന് പറയുന്ന വേരിയബിൾ, ഈ ബുക്ക് ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറിൽ ബുക്ക് 1 എന്ന് പറയുന്ന വേരിയബിളിൻ്റെ
ആ ബുക്ക് വൺ എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞ മെമ്പറിലോട്ടാണ് ഈ ടെക്സ്റ്റ് ബുക്ക് ഓൺ സി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് സ്റ്റോർ ആവുന്നത്. അതായത് ആദ്യത്തെ ബുക്കിൻ്റെ ടൈറ്റിൽ എന്താണെന്നുള്ളത് ഈ ബുക്ക് വൺ ഡോട്ട് ടൈറ്റിൽ എന്നതിലോട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ അതിന് strcpy എന്ന ഫംഗ്ഷനാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യാനുള്ള റീസൺ എന്തെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കമാൻഡൊന്നും ഇവിടെ വർക്ക് ആവത്തില്ല. സ്ട്രിങ്ങിൻ്റെ കേസ് ആയതുകൊണ്ട് ഇങ്ങനത്തെ കമാൻഡ് വർക്ക് ആവത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് strcpy എന്ന സ്ട്രിങ് കോപ്പി ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ബുക്കിൻ്റെ ടൈറ്റിൽ നമ്മൾ അതുപോലെ സ്റ്റോർ ചെയ്തു. ഇപ്പോൾ ഇതിലുള്ള എല്ലാ സംഭവവും സ്റ്റോർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മളിപ്പോൾ 3 വാല്യൂസ് 3 കാര്യങ്ങൾ മാത്രമേ സ്റ്റോർ ചെയ്തോളൂ, 3 ഡാറ്റ മാത്രമേ സ്റ്റോർ ചെയ്തോളൂ. പേജസ് എത്രയാണ് സ്റ്റോർ ചെയ്തു, എഡിഷൻ ഇയർ എത്രയാണ് സ്റ്റോർ ചെയ്തു, അതുപോലെ തന്നെ ടൈറ്റിൽ എത്രയാണ് സ്റ്റോർ ചെയ്തു, അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ബുക്ക് 2 ഡോട്ട് പേജസ് ഈക്വൽ ടു 180 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് രണ്ടാമത്തെ ബുക്കിൻ്റെ പേജസിൻ്റെ എണ്ണമാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വഴി 180 എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ ബുക്കിൻ്റെ ഈ ബുക്ക് 2 എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ ബുക്കിൻ്റെ ഈ ബുക്ക് ബാൻഡ് എന്ന് പറയുന്ന ആ സ്ട്രക്ചറിൻ്റെ അകത്ത് ഈ പേജസ് എന്ന് പറയുന്ന ആ മെമ്പറിലോട്ട് സ്റ്റോർ ചെയ്യുന്നതാണ് ഈ 180 എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ബുക്കിൻ്റെ പേജസിൻ്റെ എണ്ണമാണ് ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ബുക്ക് 2 ഡോട്ട് പേജസ് ഈക്വൽ ടു 180 എന്ന് സ്റ്റോർ ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസ്, ബുക്ക് 2ൻ്റെ പ്രൈസ് നമുക്ക് സ്റ്റോർ ചെയ്യാം. ബുക്ക് 2 ഡോട്ട് പ്രൈസ് എന്ന് ചെയ്തിട്ട് ഈക്വൽ ടു 200 എന്ന് കൊടുക്കുകയാണെങ്കിൽ ബുക്ക് 2 എന്ന് പറയുന്ന ആ വേരിയബിളിൻ്റെ പ്രൈസ് എന്ന് പറയുന്ന മെമ്പറിലോട്ട് ഈ വാല്യൂ അങ്ങ് സ്റ്റോർ ചെയ്യുന്നു. ബാക്കിയൊന്നും നമ്മൾ സ്റ്റോർ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ്, 2 ലൈനിൽ വരേണ്ടതാണ്. സ്പേസ് സേവ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ഇത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി സെമിക്കോളൻ ഇട്ടു, എന്നിട്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇത് അല്ലെങ്കിൽ താഴെ വരാനുള്ളതായിരുന്നു. സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ലൈനിൽ തന്നെ കൊടുത്തു എന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ സ്റ്റോർ ചെയ്ത വാല്യൂ എങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ നോക്കാം. സിമ്പിളായിട്ട് printf എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ആ വാല്യൂ സ്റ്റോർ ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. printf എന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, ബ്രാക്കറ്റിൻ്റെ അകത്ത് ഡബിൾ കോട്ട്സിനകത്ത് നമ്പർ ഓഫ് പേജസ് ഇൻ ബുക്ക് 1 എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഡിസ്പ്ലേ ചെയ്യുമ്പം നമ്പർ ഓഫ് പേജസ് ഇൻ ബുക്ക് 1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ 170 ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അപ്പോൾ 170 ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് ഈ %d ഇവിടെ കൊടുത്തത്. %d എന്ന് കൊടുക്കാൻ കാര്യം എന്താണ്, ഈ പേജസ് എന്നുള്ളത് ഇൻറ്റ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ %d എന്ന് കൊടുത്താൽ മതി. ഡബിൾ കോട്ട്സ് ഇട്ടിട്ട് കോമ കൊടുത്തു, എന്നിട്ട് ഈ %d എന്ന് പറയുന്ന ആ ടേമിൻ്റെ അവിടെ എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതാണ് ഇവിടെ ഈ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ബുക്ക് 1 ഡോട്ട് പേജസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ആദ്യത്തെ ബുക്ക് 1 എന്ന് പറയുന്ന വേരിയബിളിൻ്റെ പേജസ് എന്ന് പറയുന്ന ആ മെമ്പറിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണോ അതായിരിക്കും ഈ %d സ്ഥാനത്ത് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ ടൈറ്റിൽ ഓഫ് ബുക്ക് 1 എന്നുള്ളത് അതും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. ഇവിടെ printf, ഇവിടെ \n കൊടുത്തിട്ടുണ്ട്. അതായത് നെക്സ്റ്റ് ലൈനിലോട്ട് വരാനായിട്ട് ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് അടുത്ത ലൈനിലോട്ട് വരാനാണ് ഈ \n കൊടുത്തിട്ടുള്ളത്. അങ്ങനെ \n കൊടുത്തതിന് ടൈറ്റിൽ ഓഫ് ബുക്ക് 1 ഈസ് എന്ന് പറഞ്ഞ് %s എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ s എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ബുക്ക് എന്നിട്ട് ഇവിടെ ഡബിൾ കോട്ട്സ് ഇടുന്നു, എന്നിട്ട് ബുക്ക് 1 ഡോട്ട് ടൈറ്റിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ \n നിർബന്ധമില്ല, %s എന്ന് മാത്രം മതിയെന്നും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഡബിൾ കോട്ട്സ് ഇട്ടിട്ട് കോമ കൊടുത്തിട്ട് ബുക്ക് 1 ഡോട്ട് ടൈറ്റിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ടൈറ്റിൽ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ അറിയാണ്. അപ്പോൾ ഈ ബുക്ക് 1 എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്ന മെമ്പറിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണോ അതായിരിക്കും %s സ്ഥാനത്ത് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ അതൊരു സ്ട്രിങ് ഡാറ്റയാണ്. ടെക്സ്റ്റ് ബുക്ക് ഓൺ സി പ്രോഗ്രാമിംഗ് എന്നാണ് ഇതിൻ്റെ അത് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ബുക്ക് 1 ഡോട്ട് ടൈറ്റിൽ സ്റ്റോർ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് ഓൺ സി പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ അതായിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് പ്രോഗ്രാമിലോട്ട് സ്റ്റോർ ചെയ്യുകയും അത് printf എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ഡിസ്പ്ലേ ചെയ്തും കാണിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തൊരു പ്രോഗ്രാം നോക്കാം. സെയിം പ്രോഗ്രാം തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്, ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടത്. ആ വാല്യൂ നമ്മൾ കീബോർഡ് വഴി അക്സെപ്റ്റ് ചെയ്യണം. യൂസറിൻ്റെ നിന്ന് അത് അക്സെപ്റ്റ് ചെയ്യണം. പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് യൂസറിനോട് തന്നെ ചോദിക്കുക എൻ്റെ വാല്യൂ ഡാറ്റ എന്ത് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഇതിലോട്ട് സ്റ്റോർ ചെയ്യാം എന്നതിനെ പറ്റി നോക്കാം. ഇവിടെ നോക്കി ഈ കാര്യങ്ങളൊന്നും മാറ്റില്ല, കഴിഞ്ഞ പ്രോഗ്രാം പോലെ തന്നെ ഇവിടെ 3 വേരിയബിൾസ് ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൽ ബുക്ക് 1 മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ printf എന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് എൻ്റെ അടുത്ത് പ്രൈസ് ഓഫ് ബുക്ക് 1, നമ്മുടെ ബുക്ക് 1ൻ്റെ പ്രൈസ് എത്രയാണെന്നാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി പ്രോഗ്രാമിലില്ല, ഇത് പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ യൂസറിനോട് തന്നെ ചോദിക്കുകയാണ് എൻ്റെ അടുത്ത് പ്രൈസ് ഓഫ് ബുക്ക് 1 എന്ന് യൂസറിനോട് ചോദിക്കുകയാണ്. അപ്പോൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പം ഇങ്ങനൊരു സംഭവം ഡിസ്പ്ലേ ചെയ്ത് വരും, എൻ്റെ അടുത്ത് ഈ പ്രൈസ് ഓഫ് ബുക്ക് 1 എന്ന് ചോദിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു വാല്യൂ 150 എന്ന അതാണ് ബുക്കിൻ്റെ പ്രൈസ് എങ്കിൽ 150 എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ആ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂ ഈ ബുക്ക് 1 ഡോട്ട് പ്രൈസ് എന്ന് പറഞ്ഞ ആ ഒരു വേരിയബിൾ ആ ഒരു മെമ്പറിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി scanf എന്ന ഫംഗ്ഷൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കീബോർഡിൽ നിന്ന് ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ scanf എന്ന ഫംഗ്ഷനാണ്. scanf എന്ന് കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് %f ആണ് കൊടുത്തത്. എന്തുകൊണ്ടാണ് %f കൊടുത്തത്, ഈ പ്രൈസ് എന്നുള്ളത് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് %f എന്ന് കൊടുക്കുന്നു, ഡബിൾ കോട്ട്സ് ഇടുന്നു, കോമ ഇട്ടിട്ട് ആൻഡിൻ്റെ സിമ്പിൾ ഇട്ടിട്ട്
book 1 ഡോട്ട് പ്രൈസ്, അതായത് നമ്മൾ സാധാരണ വേരിയബിളിലോട്ട് എങ്ങനെയാണ് വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്, അതേ ഫോർമാറ്റ് തന്നെയാണ്. ഈ ആൻഡ് എന്ന സിമ്പിൾ ഇട്ടിട്ട് book 1 ഡോട്ട് പ്രൈസ് എന്ന ആ ഒരു സംഭവം കൊടുക്കണം. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ book 1 എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിലോട്ട് പ്രൈസ് എന്ന് പറയുന്ന ആ മെമ്പറിലോട്ടായിരിക്കും ആ വാല്യൂ ഇവിടെ സ്റ്റോർ ആവുന്നത്. അപ്പോൾ ഇങ്ങനെ കീബോർഡ് വഴി യൂസറിൻ്റെ തന്നെ ഡാറ്റ അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് ഇതിലോട്ട് സ്റ്റോർ ചെയ്യാനൊക്കും. ഈ സ്റ്റോർ ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനും പ്രിൻ്റ് എഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഉപയോഗിക്കാം. ഇവിടെ പ്രിൻ്റ് എഫ് എന്ന് കൊടുത്തിട്ട് പ്രൈസ് ഓഫ് ബുക്ക് 1 ഈസ് എന്ന് പറഞ്ഞ് %.2f എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് 2 ഡെസിമൽ പോയിൻറ്റ്സ് അവിടെ ഡിസ്പ്ലേ ചെയ്യാം. എഫ് എന്ന് കൊടുക്കാൻ കാര്യം ഇവിടെ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലാണ് പ്രൈസ് ഇരിക്കുന്നത്. അപ്പോൾ %.2f എന്ന് കൊടുത്തിട്ട് ഈ RS എന്നും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ RS റെപ്രസെൻറ്റ് ചെയ്യുന്ന റുപ്പീസിനെയാണ്. അപ്പോൾ ഈ %.2f %.2f എന്ന് പറയുന്ന ആ ടേമിൻ്റെ സ്ഥാനത്ത് 150.00 എന്നായിരിക്കും അവർ ഡിസ്പ്ലേ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ RS എന്ന് റുപ്പീസ് എന്ന് കാണിക്കാനായിട്ട് RS എന്നും കൂടെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഡബിൾ കോട്ട്സ് ഇട്ട് ക്ലോസ് ചെയ്തിട്ട് കോമ കൊടുത്തിട്ട് book 1 ഡോട്ട് പ്രൈസ് ഇവിടെ മെൻഷൻ ചെയ്യുന്നു. അതായത് ഈ കാണുന്ന വേരിയബിൾ book 1 എന്ന വേരിയബിളിൽ പ്രൈസ് എന്ന് പറയുന്ന മെമ്പറിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണ് അതായിരിക്കും %.2f എന്ന് പറഞ്ഞ ആ പ്ലേസിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ യൂസറിൻ്റെ നിന്ന് നമുക്ക് ഇൻപുട്ട് വാങ്ങിച്ച് അതും ഇതിലോട്ട് സ്റ്റോർ ചെയ്യാനൊക്കും. അപ്പോൾ ഇതാണ് റിയൽ ലൈഫ് എക്സാമ്പിൾ എന്നൊക്കെ പറയുന്നത്. ഇനി ഇതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോഗ്രാം, സെയിം പ്രോഗ്രാം തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കുള്ള കുറച്ച് കാര്യം നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആക്ച്വലി ഈ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളാണ് വാല്യൂ ആണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തത് കീബോർഡ് വഴി 150 എന്നുള്ളതും അല്ലെങ്കിൽ ഇൻറ്റീജർ വാല്യൂ ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് ഈ സ്കാൻഎഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. അതേസമയം നമുക്ക് ബുക്കിൻ്റെ ടൈറ്റിൽ അല്ലെങ്കിൽ ഓതറിൻ്റെ പേരൊക്കെ എങ്ങനെയാണ് നമുക്ക് സ്റ്റോർ ചെയ്ത് നോക്കാം. ഇതിലുള്ള ഓരോ ടൈറ്റിലോട്ടും ഈ ഓതർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് രണ്ടും ക്യാരക്ടർ അറയിലോട്ടാണ്, ക്യാരക്ടർ അറയാണല്ലോ. അപ്പോൾ ഇതിലോട്ട് എങ്ങനെ സ്റ്റോർ ചെയ്യും എന്നുള്ളത് ഈ ഒരു പ്രോഗ്രാം വെച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ പോർഷനൊക്കെ സെയിം തന്നെയാണ്, ഇവിടെ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇവിടെ 3 വേരിയബിൾസ് ഞാനിവിടെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഈ ബുക്ക് ബാങ്ക് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ വേരിയബിളാണ് ഞാനിവിടെ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ സ്ട്രക്ട് എന്ന് പറഞ്ഞ കീവേഡ് എഴുതി ഇത് വെച്ചിട്ടാണ് 3 വേരിയബിൾസൊക്കെ ഡിക്ലെയർ ചെയ്യുന്നത്. എന്നിട്ട് ആദ്യം പ്രിൻ്റ് എഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് എൻ്റർ ദി ടൈറ്റിൽ ഓഫ് ബുക്ക് എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബുക്കിൻ്റെ ടൈറ്റിൽ എന്താണെന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ഇപ്പം 2 വേർഡ് മൾട്ടിപ്പിൾ വേർഡ്സ് ഉള്ള ഒരു സ്ട്രിങ് ഡാറ്റയാണ് ഇവിടെ കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിനെ ഈ ടൈറ്റിൽ എന്ന് പറയുന്ന ക്യാരക്ടർ അറയിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ടൈറ്റിൽ എന്ന് പറയുന്ന ക്യാരക്ടർ അറയിലോട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഈ സ്കാൻഎഫ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുന്നതെങ്കിൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആദ്യത്തെ വേർഡ് മാത്രമേ, സ്ട്രിങ് ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ വേർഡ് മാത്രമേ ഈ ടൈറ്റിൽ, അതായത് ഇവിടെ book 1 ഡോട്ട് ടൈറ്റിൽ എന്ന് പറയുന്ന അതിലോട്ട് സ്റ്റോർ ആവുകയുള്ളൂ. നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ വേർഡ്സ് ആണ് സ്റ്റോർ ചെയ്യേണ്ടത്. ഈ മൊത്തം ഈ ബുക്കിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേരെന്ന് പറഞ്ഞാൽ എപ്പോഴും മൾട്ടിപ്പിൾ വേർഡ്സ് മിക്കവാറും കാണും. അപ്പോൾ മൾട്ടിപ്പിൾ വേർഡ്സ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് മോഡ്യൂളോ തേർഡ് മോഡ്യൂളോ ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫംഗ്ഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടൈറ്റിൽ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ അറയിലോട്ടാണ് ഈ സ്ട്രിങ് ഡാറ്റയെ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് സ്കാൻഎഫ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്താൽ ആദ്യത്തെ വേർഡ് മാത്രമേ എപ്പോഴും സ്റ്റോർ ആവുകയുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഈ ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യും വരെയുള്ള ഡാറ്റ നമുക്ക് അതിലോട്ട് സ്റ്റോർ ചെയ്യണം, ഈ ക്യാരക്ടർ അറയിലോട്ട് സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗെറ്റ്സ് എന്ന് എഴുതിയിട്ട് ജസ്റ്റ് ബ്രാക്കറ്റിൻ്റെ അകത്ത് book 1 ഡോട്ട് ടൈറ്റിൽ എന്നിവിടെ മെൻഷൻ ചെയ്യുന്നത്. അതായത് book 1 എന്ന് പറയുന്ന വേരിയബിളിൽ, ഈ സ്ട്രക്ചർ വേരിയബിളിൽ ടൈറ്റിൽ എന്ന് പറയുന്ന മെമ്പറിലോട്ടായിരിക്കും ആ വാല്യൂ നമ്മൾ ഈ ടൈപ്പ് ചെയ്തിട്ടുള്ള സ്ട്രിങ് ഡാറ്റ കയറി സ്റ്റോർ ആവുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. എന്നിട്ട് അടുത്തത് വീണ്ടും എൻ്റർ ദി ഓതർ നെയിം എന്ന് പറഞ്ഞ് പ്രിൻ്റ് എഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിവിടെ എൻ്റർ ദി ഓതർ നെയിം എന്ന് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓതറിൻ്റെ പേര് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അതും ഗെറ്റ്സ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് book 1 ഡോട്ട് ഓതർ എന്ന് പറയുന്ന ആ മെമ്പറിലോട്ട് സ്റ്റോർ ആവുന്നത്. അപ്പോൾ ഇതെല്ലാം book 1ൻ്റെ ആദ്യത്തെ ബുക്ക് എന്ന് കൺസിഡർ ചെയ്യുന്ന അതിൻ്റെ ടൈറ്റിലും ഓതറും ആയിട്ടൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സ്ട്രിങ് ഡാറ്റ യൂസറിൻ്റെ നിന്ന് അക്സെപ്റ്റ് ചെയ്ത് ഇതിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇൻറ്റീജറും ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലൊക്കെ ആണെങ്കിൽ സ്കാൻഎഫ് എന്ന് യൂസ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ ക്യാരക്ടർ അറേ ആയതുകൊണ്ട് ഈ ഗെറ്റ്സ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് നമ്മളിതൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന അടുത്ത ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടെ, പേജസും എഡിഷൻ ഇയറും പ്രൈസും കൂടെയൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം കീബോർഡ് വഴി തന്നെ യൂസറിൻ്റെ നിന്ന്. അപ്പോൾ അതിനുവേണ്ടി പ്രിൻ്റ് എഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് എൻ്റർ ദി നമ്പർ ഓഫ് പേജസ്, എഡിഷൻ നമ്പർ ആൻഡ് പ്രൈസ് എന്നിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം പേജസിൻ്റെ എണ്ണം, അത് കഴിഞ്ഞ് എഡിഷൻ നമ്പർ അല്ലെങ്കിൽ എഡിഷൻ ഇയർ, പിന്നെ പ്രൈസ് എത്രയാണ്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ആ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് ആണ് ആദ്യത്തെ 2 എന്ന് പറയുന്നത്. അതായത് പേജസിൻ്റെ എണ്ണവും എഡിഷൻ നമ്പർ അല്ലെങ്കിൽ എഡിഷൻ ഇയറും. അപ്പോൾ ഇത് 2 ഇൻറ്റീജർ വാല്യൂസ് ആയിട്ടാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്കാൻഎഫ് എന്ന് കൊടുത്തിട്ട് %d എന്ന് കൊടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ %f ആണ് കൊടുത്തിട്ടുള്ളത്. കാരണം മൂന്നാമത്തത് ഈ പ്രൈസാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്.
അപ്പോൾ അതുകൊണ്ട് പെർസെൻറ്റേജ് എഫ് എന്ന് കൊടുക്കുന്നു. അപ്പം ഈ വാല്യൂസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനും സ്കാൻ എഫ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ മതി. ഇൻറ്റീജർ വാല്യൂസും ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂസാണ്. അപ്പോൾ അതിന് സ്കാൻ എഫ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ മതി. സ്കാൻ എഫ് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് ഈ ഡബിൾ കോഡ്സിൻ്റെ അകത്ത് പെർസെൻറ്റേജ് ഡി പെർസെൻറ്റേജ് എഫ്, അതായത് 3 വാല്യൂസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ 3 സംഭവം പെർസെൻറ്റേജ് ഡി പെർസെൻറ്റേജ് എഫ് എന്ന് കൊടുക്കുന്നു. കോമ ഇട്ടിട്ട് ആൻഡ് എന്ന സിമ്പിൾ എഴുതിയിട്ടാണ് നമ്മൾ ആ 3 വേരിയബിൾസ് ഇവിടെ നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. ബുക്ക് 1 പേജസ് കോമ വീണ്ടും ആൻഡിൻ്റെ സിമ്പിൾ എഴുതി ബുക്ക് 1 എഡിഷൻ, ബുക്ക് 1 ഡോട്ട് എഡിഷൻ, എന്നിട്ട് കോമ ഇട്ടിട്ട് വീണ്ടും ആൻഡിൻ്റെ സിമ്പിൾ എഴുതി ബുക്ക് 1 ഡോട്ട് പ്രൈസ്. അപ്പോൾ ഇങ്ങനെ ഇതിലുള്ള ആദ്യത്തെ ബുക്ക് ബാങ്ക് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ ബുക്ക് 1 എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഡാറ്റ മുഴുവൻ ഇവിടെ യൂസറിൻ്റെ നിന്ന് തന്നെ വാങ്ങിച്ച് അതിവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോർ ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ഡിസ്പ്ലേ ചെയ്തും കാണിക്കാം. അതിനുള്ള ഞാൻ ഇവിടെ ഫംഗ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് ഡിസ്പ്ലേ ചെയ്തും കാണിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ബുക്ക് 2ൻ്റെയും ബുക്ക് 3ൻ്റെയും മേ ബി ഈവൻ ബുക്ക് 1000 ആണ് പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ ബുക്ക് 1000 അതിൻ്റെ എല്ലാം വാല്യൂസ് അങ്ങനത്തെ ഒരു ഡാറ്റാ ബേസ് പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പിലുള്ള പല വേരിയബിൾസിനെ ഒരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. അങ്ങനെ ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നതിന് ഒരു യുണീക്കായിട്ടുള്ള പേരും കൂടെ കൊടുത്തിരിക്കും. അപ്പോൾ ഇതിനെയാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണ ഡാറ്റാ ബേസൊക്കെ ഉണ്ടാക്കാനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതേ സിനാരിയോ പോലെ തന്നെയാണ് നമുക്ക് സ്റ്റുഡൻസിൻ്റെ അഡ്മിഷൻ ഡീറ്റെയിൽസ്, ഒരു സ്കൂളിലോ കോളേജിലോ ഒക്കെ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിൻ്റെ അഡ്മിഷൻ ഡീറ്റെയിൽസ് നമുക്ക് ഇങ്ങനെ തന്നെ സ്റ്റോർ ചെയ്യാം. അഡ്മിഷൻ നമ്പർ നമുക്ക് സ്റ്റോർ ചെയ്യണം, സ്റ്റുഡൻറ്റിൻ്റെ പേര് സ്റ്റോർ ചെയ്യണം, ഫാദറിൻ്റെ നെയിം സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് മേ ബി ക്ലാസ് ഏതാണെന്ന് അല്ലെങ്കിൽ ഏത് ഡിവിഷനാണ് എന്ന ഡീറ്റെയിൽസൊക്കെ സ്റ്റോർ ചെയ്യണം. അതെല്ലാം അഡ്മിഷൻ ഡീറ്റെയിൽസ് ആയിട്ട് വരുമല്ലോ. അപ്പോൾ അങ്ങനത്തെ സ്റ്റോർ ചെയ്യാനും നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് തന്നെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ മാർക്ക് നമുക്ക് വേണം ഇങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്യാം. അക്കാഡമിക് പെർഫോമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്യാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡാറ്റാ ബേസൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആണ് സാധാരണ ഈ ഒരു രീതി ഫോളോ ചെയ്യുന്നത്. അപ്പോൾ സ്ട്രക്ചർ ഉപയോഗിക്കുകയാണെങ്കിൽ പല ഡാറ്റ ടൈപ്പിലുള്ള ഒരുപാട് വേരിയബിൾസിനെ നമുക്ക് ഒരു എൻറ്റിറ്റി ആയിട്ട് ഒരു സിംഗിൾ ഡാറ്റാ ബേസ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതിനെ വെച്ചിട്ട് പല വേരിയബിൾസ് നമുക്ക് ഡിക്ലെയർ ചെയ്യാനൊക്കെ ഇതുപോലത്തെ പല വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ ഓരോന്നിനും ഈ ബുക്ക് 1ൽ 5 വാല്യൂസ് സ്റ്റോർ ചെയ്യാനൊക്കും. ഈ 3 ഡാറ്റ ടൈപ്പിലുള്ള അതിൽ 3 ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ, ഇൻറ്റീജർ, ഫ്ലോട്ട്. അപ്പോൾ ഈ ഓരോ വേരിയബിളിലും ഇത്രയും വാല്യൂസ്, ഈ 5 വാല്യൂസ് സ്റ്റോർ ചെയ്യാനൊക്കും. ഈ 5 വാല്യൂസിലും പല ഡാറ്റ ടൈപ്പിലുള്ളതാണ്. 3 ഡാറ്റ ടൈപ്പ് ഇവിടെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പല ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂസ് ഇവിടെ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇത് പ്രകാരം ഓരോ വേരിയബിളിലും 5 വാല്യൂസ് വീതം സ്റ്റോർ ചെയ്യാനൊക്കും. ആ 5 വാല്യൂസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂസാണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിനെയാണ് സ്ട്രക്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് സ്ട്രക്ചർ എന്ന സംഭവം. ഇപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ നമുക്ക് യൂണിയൻ എന്താണെന്ന് നോക്കാം. സ്ട്രക്ചർ എന്ന് പറയുന്ന ആ സെയിം സംഭവം തന്നെയാണ് യൂണിയൻ എന്നും പറയാൻ നമുക്ക്, പക്ഷേ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിൽ. താങ്ക് യു.